എല്ലാവർക്കും കേരള ഫുഡ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുന്തിരി വൈനാണ്. 21 ദിവസം കെട്ടിവെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇതിനു വേണ്ടി ഞാനിവിടെ 1 കിലോ മുന്തിരി എടുത്തിട്ടുണ്ട്. മുന്തിരി എടുക്കുമ്പോൾ നല്ല ബ്ലാക്ക് കളറിലുള്ള മുന്തിരി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് വൈനിന് നല്ല കളർ ഉണ്ടാവുകയുള്ളൂ. മുന്തിരിയിൽ ധാരാളം പെസ്റ്റിസൈഡ്സ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പോകാനായിട്ട് ആദ്യം തന്നെ നമുക്ക് റണ്ണിങ് വാട്ടറിൽ ഇതൊന്ന് കഴുകിയെടുക്കാം. ഇപ്പോൾ ഇത് അടർത്തി എടുക്കണ്ട, കൊലയോട് കൂടി തന്നെ വാഷ് ചെയ്തെടുത്താൽ മതി. ടാപ്പ് വാട്ടറിൻ്റെ അടിയിൽ വെച്ചിട്ട് നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കാം. നമ്മളിതിപ്പോൾ റണ്ണിങ് വാട്ടറിൽ കഴുകിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ കഴുകിയെടുത്തുകൊണ്ട് മാത്രം ഇതിൽ പെസ്റ്റിസൈഡ്സ് പോവില്ല. അപ്പോൾ നമുക്കിനി മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത വെള്ളത്തിൽ ഇത് കുറച്ച് നേരം ഇട്ട് വയ്ക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. കുലയോട് കൂടി തന്നെ ഇട്ടാൽ മതി, അടർത്തി എടുക്കണ്ട. മുന്തിരിയെല്ലാം മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ഉണ്ടാവണം. അരമണിക്കൂർ നമുക്കിങ്ങനെ ഇട്ട് വയ്ക്കാം. അന്നേരത്തേന് ഇതിലെ കീടനാശിനികളൊക്കെ കുറേ പോയി കിട്ടും. അതിനുശേഷം 3-4 പ്രാവശ്യം നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. അരമണിക്കൂർ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത വെള്ളത്തിൽ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 3-4 തവണ നല്ലതുപോലെ വാഷ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഓരോന്നായിട്ട് അടർത്തിയെടുക്കാം. അടർത്തിയെടുക്കുമ്പോൾ ചീത്തയായിട്ടുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കരുത്, അത് നമുക്ക് കളയണം. അത് ഇട്ടിട്ടുണ്ടെങ്കിൽ വൈൻ പെട്ടെന്ന് ചീത്തയാവും. ഇപ്പോൾ നമ്മളെല്ലാം അടർത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വെള്ളത്തിൽ കഴുകിയെടുത്തിരിക്കുന്നതുകൊണ്ട് ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ തന്നെ നമ്മൾ വൈൻ ഇട്ടിട്ടുണ്ടെങ്കിൽ വൈൻ പെട്ടെന്ന് പൂത്ത് പോവും. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഇത് ഓരോന്നായിട്ട് എടുത്തിട്ട് ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ക്ലീൻ ആയിട്ടുള്ള ഒരു തുണി ഉപയോഗിച്ചിട്ട് തുടച്ചെടുക്കാം. ഇല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഒന്നുകൂടി കഴുകിയെടുക്കാം. നമ്മൾ 1 കിലോ ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഓരോന്നൊക്കെ എടുത്ത് തുടയ്ക്കാൻ പറ്റും. നമ്മൾ ഒരുപാട് എമൗണ്ടിൽ ചെയ്യുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് തുടയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കഴുകിയെടുക്കുകയാണെങ്കിൽ പിന്നെ പൂത്തൊന്നും പോകത്തില്ല. നമ്മൾ വൈൻ ഇടുന്നത് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ തന്നെയാണ്. പച്ചവെള്ളത്തിൽ കഴുകാതിരുന്നാൽ മതി. അപ്പോൾ അവസാനമായിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കഴുകാം. അതിനു വേണ്ടി ഞാനിവിടെ ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. പാത്രത്തിൽ ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പാത്രത്തിലും തവിയിലും ഒന്നും പച്ചവെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല. എല്ലാം നല്ല ഡ്രൈ ആയിട്ടുള്ളതായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഇതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ തിളപ്പിച്ചാറിയ വെള്ളത്തിലേക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. കഴുകിയെടുത്ത ശേഷം ഡ്രൈ ആയിട്ടുള്ള ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ മുന്തിരിയെല്ലാം തിളപ്പിച്ചാറിയ വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉടച്ചെടുക്കണം. ഉടച്ചെടുക്കാനായിട്ട് വീണ്ടും ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് മുന്തിരിയെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി ഇത് കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. കൈയും ഞാനൊന്നും തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. കയ്യിലും പച്ചവെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെ ഓരോന്നായിട്ട് ഒന്ന് ഞെക്കി ഉടച്ചു കൊടുക്കാം. എല്ലാ മുന്തിരിയും ഒന്ന് പൊട്ടിക്കിട്ടണം. ഇപ്പോൾ നമ്മൾ മുന്തിരിയെല്ലാം ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വൈനിടാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഭരണി ഉപയോഗിക്കാം. ഭരണി ഉണ്ടെങ്കിൽ ഭരണിയിൽ ഇടുന്നതാണ് നല്ലത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഭരണി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വലിയൊരു ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഒരിക്കലും പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളിൽ വൈനിടരുത്. ഇതിൽ ചേർക്കാനായിട്ട് ഞാൻ 1 കിലോ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കിലോ മുന്തിരിക്ക് 1 കിലോ പഞ്ചസാര എന്നാണ് കണക്ക്. ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് വേണം. 2 കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്. ഒരു 5-6 ഗ്രാമ്പു, 5-6 ഏലക്ക, ഇത്രയും വേണം. ഇനി നമുക്ക് വൈനിടാൻ തുടങ്ങാം. ഈ ഗ്ലാസ് ബോട്ടിലിൽ ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല. നല്ല ഡ്രൈ ആയിട്ടുള്ളതായിരിക്കണം. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ വൈൻ പൂത്തു പോകും. ആദ്യം നമുക്ക് 1 ലെയർ മുന്തിരി ഇട്ട് കൊടുക്കാം. 1 ലെയർ മുന്തിരി ഇട്ട ശേഷം ഇതിലേക്ക് 1 ലെയർ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന സ്പൈസസ് ചേർത്ത് കൊടുക്കാം. കറുവപ്പട്ടയൊക്കെ ഇങ്ങനെ ഒന്ന് മുറിച്ച് ചെറിയ പീസുകളായിട്ട് ചേർത്ത് കൊടുക്കാം. ഗ്രാമ്പ് ചേർത്ത് കൊടുക്കാം. ഏലക്കയുടെ തൊലി കളഞ്ഞിട്ട് കുരു മാത്രമായിട്ട് എടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അല്ല എങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ പഞ്ചസാരയും ഈസ്റ്റും കൂടെ ചേർത്ത് അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യിച്ച ശേഷം ചൂടാറിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ചൂടോടെ ഒഴിക്കരുത്. ഇനി ബാക്കിയുള്ള മുന്തിരിയും പഞ്ചസാരയും കൂടെ ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മുന്തിരിയും പഞ്ചസാരയൊക്കെ ലെയറായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനുവേണ്ടി ഞാൻ ഡ്രൈ ആയിട്ടുള്ള ഒരു മെഷറിംഗ് കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലൊട്ടും പച്ചവെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല. ഇനി നമുക്കിതിലേക്ക് 1.5 ലിറ്റർ തിളപ്പിച്ചാറിയ വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒട്ടും ചൂടുണ്ടാവരുത്. തിളപ്പിച്ച ശേഷം നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് ഒഴിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മൾ 1.5 ലിറ്റർ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബോട്ടിലിൽ നിറച്ച് ഒഴിക്കാൻ പാടില്ല. ഒരു 1/4 ഭാഗം വരെയൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ ഈസ്റ്റ് ചേർത്തിട്ടുള്ളതുകൊണ്ട് ഫെർമെൻ്റ് ആയിട്ട് പുറത്തേക്ക് അങ്ങ് പോകും.
ഇനി ഇതിലേക്ക് ഒരു കൈപ്പിടി അളവിൽ ഗോതമ്പ് ചേർത്ത് കൊടുക്കണം. ഈ ഗോതമ്പ് നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് വീണ്ടും ഉണക്കിയെടുത്തതാണ്. ഇനി നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വാഷ് ചെയ്യാത്ത ഗോതമ്പാണെങ്കിൽ ഈ സമയത്ത് തിളപ്പിച്ചാറിയ വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇനി നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു തടിയുടെ തവിയോ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരേ ഡയറക്ഷനിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു തുണി ഉപയോഗിച്ച് നമുക്കിത് മൂടിക്കെട്ടി വയ്ക്കാം. ഇങ്ങനെ ഒന്ന് കെട്ടി വയ്ക്കാം. ഒരുപാട് അങ്ങ് ടൈറ്റായിട്ട് കെട്ടണ്ട, ഒരു എയറേഷനൊക്കെ ഉണ്ടാവണം, എന്നാലാണ് നന്നായിട്ട് ഫെർമെൻറ്റേഷനൊക്കെ നടക്കുകയുള്ളൂ. കെട്ടി വെച്ച ശേഷം അടപ്പ് കൊണ്ട് ഇതൊന്ന് മൂടി വയ്ക്കാം. ടൈറ്റായിട്ട് അടയ്ക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് വെച്ചാൽ മതി. ഇനി ഡാർക്കായിട്ടുള്ള ഒരു സ്ഥലത്ത് 21 ദിവസം ഇത് വെച്ചേക്കണം. എല്ലാ ദിവസവും നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കാനായിട്ട് ഒട്ടും വെള്ളത്തിൻ്റെ അംശമില്ലാത്ത തടിയുടെ സ്പൂണോ അല്ലെങ്കിൽ തവിയോ ഉപയോഗിക്കണം. എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ നിങ്ങൾക്ക് രാവിലെയോ വൈകുന്നേരമോ ഏത് നിങ്ങൾക്ക് സൗകര്യമുള്ള സമയത്ത് മിക്സ് ചെയ്യാം. പക്ഷേ ഈച്ചശല്യമൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ രാവിലെ ചെയ്യുന്നതായിരിക്കും നല്ലത്. വൈകുന്നേരം ആകുമ്പം ഈച്ചകളുടെയൊക്കെ ശല്യം കൂടുതലായിരിക്കും. ഇപ്പോൾ ഒരു 15 ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ എല്ലാ ദിവസവും ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം നിങ്ങളെ ഒന്ന് ഇളക്കുന്നത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തതാണ്. ഡ്രൈ ആയിട്ടുള്ള ഒരു തടിയുടെ തവി വെച്ചിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം. ഒരേ ഡയറക്ഷനിൽ ഇങ്ങനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്കിത് ആദ്യം കെട്ടി വെച്ചതുപോലെ തന്നെ കെട്ടി വയ്ക്കാം. എല്ലാ ദിവസവും ഇളക്കി കൊടുക്കാം. എന്നിട്ട് 21 ദിവസം കഴിയുമ്പോൾ നമുക്കിത് ഊറ്റിയെടുക്കാം. ഇപ്പോൾ 21 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ എല്ലാ ദിവസവും ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് വൈൻ ഊറ്റിയെടുക്കാം. ആദ്യം ഡ്രൈ ആയിട്ടുള്ള ഒരു തവി കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വൈൻ ഊറ്റിയെടുക്കാനായിട്ട് ഒട്ടും വെള്ളത്തിൻ്റെ അംശമില്ലാത്ത ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ക്ലീൻ ആയിട്ടുള്ള ഒരു തുണി വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് വൈൻ ഒഴിച്ചു കൊടുത്തൊന്ന് അരിച്ചെടുക്കാം. ഇങ്ങനെയൊന്ന് പിഴിഞ്ഞെടുക്കാം. നല്ല ബ്ലാക്ക് കളറിലുള്ള മുന്തിരി എടുത്തുകൊണ്ട് നമ്മുടെ വൈനിന് നല്ല കളറുണ്ട്. അതുകൊണ്ട് നമുക്കിനി കളറിന് വേണ്ടി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മുന്തിരിക്ക് കളർ കുറവാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ബീട്രൂട്ട് വേവിച്ചിട്ട് ആ വെള്ളം ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര കരിച്ചൊഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്കൊന്നും ചേർക്കുന്നില്ല. ഇത് മുന്തിരിയുടെ കളർ കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കളറുള്ള വൈൻ കിട്ടിയിട്ടുണ്ട്. നമ്മളിതിലേക്ക് ബീട്രൂട്ടോ അല്ലെങ്കിൽ പഞ്ചസാര കരിച്ചതോ ഒക്കെ ചേർത്ത് കഴിയുമ്പോൾ വൈൻ്റെ ടേസ്റ്റ് കുറച്ച് മാറിപ്പോവും. അപ്പോൾ നിങ്ങളെപ്പോഴും നല്ല കളറുള്ള മുന്തിരി എടുത്തിട്ട് വൈൻ ഇടുവാണെങ്കിൽ വേറെ എക്സ്ട്രാ നമുക്ക് കളറിന് വേണ്ടി ഒന്നും ചേർക്കേണ്ടി വരില്ല. വൈനിന് നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇനി നമ്മൾ വൈൻ ഇട്ട ആ ബോട്ടിൽ തന്നെ ഞാനൊന്ന് വൃത്തിയായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. കഴുകിയിട്ടൊന്നുമില്ല. ഒരു നല്ല ഡ്രൈ ആയിട്ടുള്ള ക്ലീൻ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുത്തിട്ടേ ഉള്ളൂ. ഇതിലേക്ക് നമുക്ക് വൈൻ ഒഴിച്ച് വെക്കാം. അതിനുശേഷം ഒരു 2 ആഴ്ചയും കൂടെ ഇത് വീണ്ടും കവർ ചെയ്ത് വെക്കണം. അന്നേരം ഇതിൻ്റെ അടിയിലേക്ക് മട്ടെല്ലാം ഊറി വന്നിട്ട് മുകളിൽ നല്ല തെളിഞ്ഞ വൈൻ കിട്ടും. ആ മുകളിൽ തെളിഞ്ഞ വൈൻ നമ്മൾ വീണ്ടും ഊറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് ബോട്ടിലേക്ക് ഒഴിച്ച് വയ്ക്കാം. അപ്പം നമ്മൾ വൈൻ വീണ്ടും ബോട്ടിലിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മൂടി വെച്ചതുപോലെ തന്നെ ഒന്ന് മൂടിക്കെട്ടി വയ്ക്കാം. ഇനി 2 ആഴ്ച ഇതിങ്ങനെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്കിത് ഊറ്റിയെടുക്കാം. ഇപ്പോൾ വീണ്ടും 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് ഊറ്റിയെടുക്കാം. ഇപ്പോൾ മട്ടൊക്കെ താഴെ ഊറി വന്നിട്ടുണ്ട്. മുകളിൽ നല്ല ക്ലിയർ ആയിട്ടുള്ള വൈൻ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ആയിട്ടുള്ളൊരു പാത്രത്തിലേക്ക് ഇതിൻ്റെ മുകളിലുള്ള തെളിഞ്ഞ വൈൻ ഊറ്റി വയ്ക്കാം. ഒരുപാട് കുലുക്കരുത് കേട്ടോ. കുലുക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും മട്ടും വൈനും എല്ലാം കൂടെ അങ്ങ് മിക്സായി പോവും. ഇപ്പോൾ മുകളിലുള്ള ക്ലിയർ ആയിട്ടുള്ളത് മാത്രം നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ക്ലിയർ ആയിട്ടുള്ള വൈനെല്ലാം നമ്മൾ ഒഴിച്ച് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ബോട്ടിലിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കാണാം മട്ടെല്ലാം ഊറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അധികം നാൾ നമുക്ക് സൂക്ഷിക്കാനായിട്ട് വെക്കണ്ട. ഇത് പെട്ടെന്ന് തന്നെ ഉപയോഗിച്ച് തീർക്കാം. ക്ലിയർ ആയിട്ടുള്ള വൈൻ നമുക്ക് ബോട്ടിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം. ഇരിക്കും തോറും വൈനിന് വീര്യവും കൂടും, ടേസ്റ്റും കൂടും. വൈൻ ഒഴിച്ച് വെക്കാനായിട്ട് ട്രാൻസ്പെറൻറ്റ് ബോട്ടിലിനേക്കാളും എപ്പോഴും നല്ലത് ഇതുപോലെ കളറുള്ള ബോട്ടിലാണ്. ഇതുപോലെയുള്ള ബോട്ടിലുകളിലാക്കിയിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. പിന്നെ നമുക്കിതിലേക്ക് വൈൻ ഒഴിച്ച് കൊടുക്കാം. കുപ്പി നിറച്ചൊഴിക്കരുത്. ഇതുപോലെ കുറച്ച് ഫ്രീ സ്പേസ് ഉണ്ടായിരിക്കണം. ഇനി നമുക്കിത് അടച്ച് സൂക്ഷിക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേപ്പ് വൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.